ചെമ്പക്കുളം മൂലം വള്ളംകളിയിൽ ജേതാക്കളായ ചെറുതന പുത്തൻചുണ്ടന് 410ാമത് രാജപ്രമുഖൻ ട്രോഫി. ചെമ്പക്കുളം മൂലം വള്ളംകളിയിൽ ഉദ്ഘാടകനാകേണ്ട ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ് അടക്കം എല്ലാ മന്ത്രിമാരും ജലോത്സവത്തെ അവഗണിച്ചു. എന്നാൽ ജലോത്സവ പ്രേമികൾ നെഞ്ചിലേറ്റിയ വള്ളംകളിയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ് ചെറുതന ന്യൂ ബോട്ട് ക്ലബിന്റെ ചെറുതനച്ചുണ്ടൻ ജേതാവായത്. ഒരുപോലെ അയ്യടാ പോയടാ വിളിയുടെ താളലഹരിയില് അല്പം മുൻപില് നടുഭാഗം വമ്പന്മാരുടെ കൊമ്പൊടിച്ചവൻ ഇതാ പവർ പാണ്ടിയെ പിടിച്ചു കെട്ടുന്നു. UBCയെ പിടിച്ചു കെട്ടുവോ? ചോദ്യങ്ങൾക്ക് നടുവില് തുഴപ്പാടുകളോ അല്ല, പവർ പാണ്ടി. കടുത്ത പോരാട്ടത്തിനൊടുവിലാണ് ചമ്പക്കുളം ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ ചമ്പക്കുളം ചുണ്ടനെയും നിരണം ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ ആയാപ്പറമ്പ് വലിയ ദിവാഞ്ചിയെയും പിന്നിലാക്കി പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിൻ്റെ ചെറുതന ന്യൂ ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ ചെറുതന പുത്തൻ ചുണ്ടൻ ചമ്പക്കുളത്തെ പമ്പയാറ്റിൽ ഒന്നാമതെത്തി രാജ്യപ്രമുഖൻ ട്രോഫിയിൽ മുത്തമിട്ടത്. ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരത്തിലും ലൂസേഴ്സ് ഫൈനലിലും ചെറുവള്ളങ്ങളുടെ മത്സരത്തിലും ശക്തമായ പോരാട്ടമാണ് നടന്നത്. പൊതുപണിമുടക്കിനെ അവഗണിച്ചെത്തിയ ജലോത്സവ പ്രേമികളെ ആവേശത്തിലാക്കിയായിരുന്നു ജലമേള. ജലമേളയുടെ ഉദ്ഘാടകനാകേണ്ട ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെ ചടങ്ങിൽ പങ്കെടുക്കേണ്ട മന്ത്രിമാരെല്ലാം ചടങ്ങ് ബഹിഷ്കരിച്ചത് വലിയ പരാതിയായിട്ടുണ്ട്. എന്നാൽ സർക്കാർ അവഗണനയിലും ജലോത്സവം ആവേശകരമായത് സർക്കാരിന് തിരിച്ചടിയാണ്. ഇതേസമയം ജേതാക്കളായ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് നെഹ്റു ട്രോഫിയിൽ വിജയമാവർത്തിച്ച് ഡബിൾ ഹാട്രിക് നേടുമെന്ന ഉറച്ച വിശ്വാസത്തിലുമാണ്. ഇന്നത്തെ മത്സരം നമ്മളൊരു തുടക്കമായിട്ട് മാത്രം കാണുന്നത്. ഈ സീസണിലെ ആദ്യ കപ്പാണ്. ഞങ്ങൾ കണ്ടിന്യൂ എല്ലാ വള്ളംകളികളിലും ട്രോഫി മുമ്പോട്ട് നേടും. 6ാം വർഷവും നെഹ്റു ട്രോഫി മേൽപ്പാടം കരയിലെത്തും. അതിനുള്ള തുടക്കം മാത്രമായിട്ടാണ് നാം കാണുന്നത്. നെഹ്റു ട്രോഫിയിൽ ഡബിൾ ഹാട്രിക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായും ഞങ്ങൾ അതിനുള്ള ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ ഹിതം. പരിശീലനങ്ങളെല്ലാം ഓൾറെഡി തുടങ്ങിയിരിക്കുകയാണ്. ഹാർഡായിട്ട് നമ്മൾ കുറച്ച് ദിവസത്തിന് ശേഷം കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ജനം, ആലപ്പുഴ.